മമ്മൂട്ടി ദിനം കഴിക്കുന്ന ഒരു ഫ്രൂട്ട് ഇവിടെ ഉണ്ട്, അതെന്താണെന്ന് ചോദിക്കാം. അത് ഏതാണ് കേട്ടോ മമ്മൂട്ടി കഴിക്കുന്ന? രസപോയി. ഓ രസാപോയി, അരസാപോയി. ഇതിന്റെ ജ്യൂസ് എടുത്തിട്ട് നമ്മളെ ഇത് ഫ്ലവർ ഓറഞ്ച് കണക്കിനെ ഇരിക്കും. ഇത് കാ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നല്ല മണമായിരിക്കും. ഓ ഓ ഓ ഇതെന്താണ് ഇതിന്റെ പ്രത്യേകത? വേറെ എന്തൊക്കെയാണ് പ്രത്യേകത? ജ്യൂസ് അടിക്കാൻ അല്ല നമ്മൾ ഈ കുങ്കുമ കഴിക്കും. ഇതെന്തിനാ ശരിക്കും? ആരോഗ്യത്തിനാണോ, കളറാണോ? ഒരു ജ്യൂസ് വെറൈറ്റി അല്ല നമ്മളെ യൗവനം കാത്തു അങ്ങനെ അങ്ങനൊന്നുമില്ല. ഇത് വെറൈറ്റി ജ്യൂസ് ആയിട്ട് എടുക്കാവുന്നേ ഉള്ളു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ജ്യൂസ് നമുക്ക് വേറെ ഫ്ലവർ ചേർക്കേണ്ട, നല്ല മണമായിരിക്കും. വിലയുണ്ടോ? നല്ല വിലയാണോ ഇത്? അതിന് വിലയൊന്നും കിട്ടത്തില്ല, വലിയ വിലയൊന്നും കാണത്തില്ല. കാ പിടിച്ചു കഴിഞ്ഞാലേ ഒരാഴ്ച രണ്ടാഴ്ചക്ക് കിട്ടത്തുള്ളൂ. അതിന് മമ്മൂട്ടി ചൂസ് ചെയ്ത് കഴിക്കാൻ കാരണം അത് കഴിക്കുന്നതെന്ന് പറയുന്നത് ജ്യൂസ് എടുക്കത്തുള്ളൂ. ഒറിജിനൽ സാധനങ്ങളല്ലേ, ഫ്ലവറും ചേർക്കുന്നില്ലേ. ഓ ശരി ശരി. ജ്യൂസ് അടിച്ച് കുടിക്കും, പാവയ്ക്ക ജ്യൂസ് കഴിക്കും പോലെ. ജ്യൂസ് അല്ല, നമുക്ക് സ്ക്വാഷ് ആയിട്ട് കഴിക്കാം. സ്ക്വാഷ് ആയിട്ട് കഴിക്കാൻ പറ്റും. ഇനി മമ്മൂട്ടി പോലെ ഇനി മോഹൻലാൽ കഴിക്കണം എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഇവിടെ നമുക്ക് ഐറ്റംസ് ഒരുപാട് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ചോദിക്കാം.